ഹായ്, എല്ലാവർക്കും ടാരോ 96ലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് റീകൺസിലേഷൻ്റെ കാര്യമാണ്. റീകൺസിലേഷൻ നടക്കുമോ എന്ന് നോക്കുന്നു. ഓക്കെ, 3 പൈൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. 1, 2, 3. ഇൻറ്റ്യൂട്ടീവ്ലി ഒരു പൈൽ ചൂസ് ചെയ്യുക. അപ്പോൾ ഇത് ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളത് എപ്പോൾ കാണുന്നോ അന്നേരം റെസനേറ്റ് ആവുന്നതാണ്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. ഓക്കെ, ഇൻറ്റ്യൂട്ടീവ്ലി മാത്രം പൈൽ ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വേറൊരാളുടെ മെസ്സേജ് ആയിരിക്കും, അതുകൊണ്ട് ഇൻറ്റ്യൂട്ടീവ്ലി ചൂസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ പൈൽ നമ്പർ 1ൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു യെല്ലോ പെൻസിൽ ചൂസ് ചെയ്തയുടെ റീഡിംഗ് ആണ് ആദ്യം. നമുക്ക് കാർഡ്സ് എല്ലാം വെച്ചിട്ട് റീഡ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ആ കഥ എന്താണെന്ന് കൃത്യമായിട്ട് കിട്ടില്ല. ഓക്കെ, ഓക്കെ 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 ഓക്കെ. പൈൽ നമ്പർ 1, ഇത് രണ്ടുപേരും സ്റ്റക്കായിരിക്കുന്ന ഒരവസ്ഥയാണ്. അതായത് രണ്ടുപേർക്കും തോന്നുകയാണ് ഞാനത്ര പോരാ എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഒരു വലിയൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകുന്നതിലൂടെ ഈ വ്യക്തിക്ക് മനസ്സിലാകുകയാണ് നിങ്ങൾ അവരുടെ സോൾമേറ്റ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എന്തൊക്കെ വഴികൾ കണ്ടുപിടിക്കാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ടായതുകൊണ്ട് തന്നെ ഡെസ്റ്റൈൻഡ് ആയിട്ടുള്ള ഒന്നാണ്. ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, തടയാനൊന്നും പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത് പാതി വഴി വെച്ചിട്ട് ബ്രേക്കപ്പായി പോയിട്ടുണ്ടാവാം. ഓക്കെ, ഒരുപാട് കുട്ടികൾ വിളിക്കാറുണ്ട്, ചേച്ചി എൻ്റെ റിലേഷൻഷിപ്പ് ബ്രേക്കായിപ്പോയി എന്ന് പറഞ്ഞിട്ടേ അവരുടെ വിഷമങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ചിലതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കൂടി വിഷമം വരും. പക്ഷേ ഒന്നുണ്ട്, അതായത് സത്യമായിട്ടുള്ള ഒരു പ്രണയവും ബ്രേക്കപ്പായൊന്നും പോവില്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് പ്രണയമൊന്നും അല്ലടോ, സീരിയസ്ലി. ഓക്കെ, അങ്ങനെ പോകുന്നതൊന്നും നമുക്കുള്ളതല്ല, അതുകൊണ്ടാണ് പോകുന്നത്. സത്യത്തിൽ നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത് കുറച്ച് സെൽഫിഷ് ആയിട്ടുള്ളൊരു ജീവിയാണ്. അല്ല, യഥാർത്ഥത്തിൽ നമ്മൾ സ്നേഹിക്കുന്നത് നമ്മളെ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു റിലേഷൻഷിപ്പിലാണേലും നമ്മളൊരാളെ കാണുമ്പോൾ ഓക്കെ
ഇതെനിക്ക് ചേർന്ന ഒരാളാണ് നമുക്ക് തോന്നുന്നത് കൊണ്ടല്ലേ നമ്മൾ ആ റിലേഷൻഷിപ്പ് വേണം നമ്മൾ പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ സ്നേഹിക്കുന്നത് നമ്മളെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സെൽഫിഷ്നെസ് മനുഷ്യരെല്ലാ കാര്യത്തിലും കാണിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഉള്ളിലാണ് നടക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ വിഷമങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങി നോക്കിയാൽ നമുക്ക് തന്നെ റിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഹെർമിറ്റ് കാർഡ് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പോൾ അത് എത്ര പേര് മനസ്സിലാക്കുന്നുണ്ടെന്ന് അറിയില്ല. ചിലർ പെട്ടെന്ന് ഓവർകം ചെയ്യും, ചിലർ പെട്ടുപോവും. അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും സ്റ്റക്കാണ്. മുന്നോട്ടൊരു സ്റ്റെപ്പ് വെക്കാൻ പറ്റുന്നില്ല, ഇത് ലെറ്റ് ഗോ ചെയ്ത് പോകാനും പറ്റുന്നില്ല, വേറൊരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല. രണ്ടുപേർക്കും ഏതാണ്ട് സെയിം സിറ്റുവേഷനാണ്. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു ഇതെന്ന് വെച്ചാൽ ഈ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഈ പേഴ്സൺ എന്തും ചെയ്യും. അത് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. എന്തും ചെയ്യാനുള്ളൊരു മനസ്സുമായിട്ട് ഒരാൾ നിൽക്കുക എന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. അപ്പോൾ ഇതൊരു റിട്ടേൺ ഉണ്ടാവും. ഏത് വിധത്തിലാകുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ അതിനൊരു സമയമുണ്ട്. യൂണിവേഴ്സ് അതിനൊരു ടൈം കണ്ടെത്തിയിട്ടുണ്ട്. ഒരു ഡിവൈൻ ടൈം ആയിരിക്കാം, അപ്രതീക്ഷിതമായിട്ടുള്ളൊരു വരവായിരിക്കും, എനി ടൈം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു പാച്ചപ്പ് വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് പ്രിപ്പയർഡായിട്ടിരിക്കുക. ഇനി നിങ്ങൾ തമ്മിലൊരു എന്തെങ്കിലും ഒരു ഝഗട ഉണ്ടായിട്ടാണ് പിരിഞ്ഞതെങ്കിൽ സൂക്ഷിക്കുക. കാരണം നിങ്ങൾക്കിതിന് തിരിച്ച് വേണ്ട എന്നാണെങ്കിലും സൂക്ഷിക്കുക. കാരണം ഇത് നല്ല രീതിയിലല്ല നോ കോണ്ടാക്റ്റ് ആയതെങ്കിൽ പേഴ്സൻ്റെ വരവ് കുറച്ച് ഡ്രാമാറ്റിക് ആയിരിക്കും. പബ്ലിക്കായിട്ട് സീനൊക്കെ ഉണ്ടാക്കിയൊക്കെയാണ് നിങ്ങൾക്കും കൂടി മോശമാണ്, അല്ലേ? കാരണം അങ്ങനെ വരായികളെക്കുറിച്ചൊന്നും അധികം ചിന്തിക്കാത്ത ഒരാളാണ്. വളരെ പൊസസീവായൊരു പേഴ്സണാണിത്. അധികം അങ്ങനെ ചിന്തിച്ചൊന്നും പ്രവർത്തിക്കുന്ന ഒരാളൊന്നുമല്ല. കാരണം പാഷനുണ്ട്, വോൺസ് എനർജിയാണ്. അപ്പം നിങ്ങൾക്കൊരു അഡ്വൈസ് എന്ന് പറയുന്നത് അങ്ങനെ തിരിച്ചു വരുവാണെങ്കിൽ ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ടോക്കിൽ തുടങ്ങുക. ഒറ്റയടിക്കൊരു റിപ്ലൈ കൊടുത്തിട്ട് പോവാതെ നമ്മൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുക. അപ്പം നിങ്ങൾക്കിത് കണ്ടിന്യൂ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അത് സൗഹൃദപരമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക. ഓക്കെ, ഇനി വേണമെന്നാണെങ്കിൽ ബെറ്റർ ഫാമിലി കൂടിയൊക്കെ ഇൻവോൾവ് ചെയ്യിച്ചിട്ട് കൊണ്ടുപോവുക. കാരണം ഇതൊരു മാരേജിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഓക്കെ, റീകൺസിലേഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മാരേജ് വേണ്ട എന്ന് പറഞ്ഞിട്ട് സ്ലിപ്പാവാൻ നോക്കിയാലും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത് കൊണ്ടുപോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. എന്താ പറയണ്ടേ, എന്തും ചെയ്യും, എന്തിനും റെഡിയായിട്ടൊരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടി നിൽക്കുകയാണ്. ഭയങ്കര പൊസസീവായൊരു എനർജിയാണ്. ഓക്കെ, ഫയൽ നമ്പർ 1. എന്നാലും ഒന്ന് സൂക്ഷിക്കുക. നിങ്ങൾക്ക് വേണ്ടാന്നാണെങ്കിൽ നമുക്കറിയില്ലല്ലോ, അല്ലേ? നിങ്ങൾക്ക് എന്ത് ഡിസിഷനാണെങ്കിലും എടുക്കാം, നിങ്ങളുടെ ലൈഫാണ്. ഓക്കെ, അപ്പോൾ ഫയൽ നമ്പർ 1 ഇത്രയൊക്കെയാണ് കാണുന്നത്. റീകൺസിലേഷൻ ഉണ്ടാവും. കാത്തിരിക്കുന്നവർക്കാണെങ്കിൽ യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫയൽ നമ്പർ 2ലേക്ക് പോകാം. ബ്ലൂ പെൻസിൽ ചൂസ് ചെയ്തയുടെ റീഡിംഗ് ആണ് നെക്സ്റ്റ്.
നമുക്ക് നോക്കാം കാർഡ്സ്. പൈൽ നമ്പർ 2. Again 4 of Pentacles, the Fool, King of Pentacles, Justice, Ace of Wands, High Priestess, Knight of Wands, Judgment. ഈ വ്യക്തി ഓൾറെഡി ഒരു ജഡ്ജ്മെൻറ്റും ജസ്റ്റിസും ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഓൾറെഡി ഈ വ്യക്തി ഒരു ലൂപ്പിൽ പെട്ട് കിടക്കുകയാണ്. പക്ഷെ ഇതൊരു എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു ഫോർബിഡൻ ലവ് നമ്മൾ പറയില്ലേ, വിലക്കപ്പെട്ട സ്നേഹം. ഒരുപാട് വിലക്കുകളാണ്. ജസ്റ്റിസ് കാർഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവരേത് സാഹചര്യത്തിലാണോ ഇപ്പോൾ പെട്ട് കിടക്കുന്നത്, അപ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് മാത്രമാണ് ഈ ലൂപ്പ് ബ്രേക്ക് ചെയ്ത് അവരെ ഒന്ന് രക്ഷിക്കാൻ കഴിയുന്നതെന്നാണ്. ശരിക്കും എന്താ ഇവിടെ നടക്കുന്നത്? ഒരു സെക്കൻഡ്. Chariot. Oh. ഒരു സ്നേഹം വിലക്കപ്പെട്ടതാവുന്നത് എപ്പോഴാണ്? ഒന്നുകിൽ ഫാമിലിയിൽ നിന്നുള്ള ഒരു പ്രഷർ, അല്ലെങ്കിൽ സമൂഹത്തിനെ ഭയന്ന്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം ഇതിനെ വിലക്കുകയാണ്. ചിലപ്പോൾ ഈ വ്യക്തിക്ക് എന്തെങ്കിലും മോശം ഹാബിറ്റ്സ് ഉള്ള ആളായിരിക്കാം. ഓക്കെ, 4 of Swords എന്ന് പറഞ്ഞാൽ ഹീലിംഗ് ആണ്. അത് എന്തിൽ നിന്നുള്ള ഹീലിങ്ങും ആവാം. അതായത് ഒരു അഡിക്ഷനിൽ നിന്നുള്ള ഹീലിങ്ങോ മേ ബി, എനിക്ക് അങ്ങനെ തോന്നുന്നു. അപ്പോൾ ഈ വ്യക്തിക്ക് എന്തെങ്കിലും മോശം ഹാബിറ്റ്സ് ഉള്ള ആളായിരിക്കാം. അപ്പം ആൽക്കഹോളിക്കായ ഒരാളോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരുപാട് 5 of Pentacles ഉണ്ടായതുകൊണ്ട് പൈസയുടെ ബുദ്ധിമുട്ടാണ്, ഫൈനാൻഷ്യൽ ട്രബിളാണ്. അതായത് ചിലപ്പോൾ എന്തെങ്കിലും ഒരുപാട് കടങ്ങളൊക്കെ വരുത്തി വെച്ച ഒരാളോ. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയാൽ നിങ്ങൾക്ക് സ്വസ്ഥമായ ഒരു ലൈഫ് കിട്ടില്ല എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് പോരുന്നു. അവിടെ വെച്ച് ബ്രേക്ക് ചെയ്തു, നോ കോണ്ടാക്റ്റായി. അപ്പോൾ ഈ വ്യക്തിക്ക് ചുറ്റും ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരാണ്. യെസ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഉന്മാദാവസ്ഥയിലുള്ള ജീവിതമായിരിക്കാം. ഇപ്പോൾ ഹീലിംഗ് ആണ്, അങ്ങനെ ഒരു ജീവിതമായിരുന്നിരിക്കാം. ഗോസിപ്സിനെയൊക്കെ ഭയക്കുന്ന ആളാണ്. ഓക്കെ, ഗോസിപ്സിനെ ഭയക്കുന്ന ആളാണ്. നിങ്ങളോട് സ്നേഹമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഇനി ഫാമിലിയിൽ നിന്നുള്ള പ്രഷറാണെങ്കിൽ ഇതിൽ കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുണ്ടാവാം. ഓക്കെ, കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുണ്ടാവാം. ചിലപ്പോൾ ഈ കാണുന്ന നിങ്ങളോ അല്ലെങ്കിൽ ഈ വ്യക്തിയോ സിംഗിൾ പാരൻ്റ് ആയിരിക്കാം. ഈ പേഴ്സൺ കുറച്ച് ഷൈ ആണ്, പക്ഷേ നിങ്ങളോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ഭയങ്കരമായ ആഗ്രഹമുണ്ട്. 8 of Wands ഉണ്ട്.
ഓക്കെ, നിങ്ങളോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ പേഴ്സൺ. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ വ്യക്തിയോട് ഒരു കർമ്മ പെൻഡിങ് ഉണ്ട്. ജഡ്ജ്മെൻറ്റ് കാർഡൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു കർമ്മ പെൻഡിങ് പോലെ കാണുന്നു. ഐ തിങ്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണെ ഹീൽ ചെയ്യാൻ കഴിയുമായിരിക്കാം. അങ്ങനെയും ആവാം. ഈ ടോക്സിക് എലമെൻസിൽ നിന്നൊക്കെ ഈ പേഴ്സൺ രക്ഷിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമായിരിക്കാം. അതായിരിക്കാം. ഓക്കെ, അവിടെയും നമുക്ക് ആരെയും നിർബന്ധിച്ച് അത് പോയി നിങ്ങളത് അയാളോട് പോയി പാച്ചപ്പ് ചെയ്യൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നോ കോണ്ടാക്റ്റ് ആയതിന് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്ട്രോങ് റീസൺസ് ഉണ്ടാവാം, അല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള റീസൺസ് ഉണ്ടാവാം. അപ്പോൾ ഈ പേഴ്സണ് റീകണക്ട് ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷെ നിങ്ങളെ കുറച്ചൊരു പേടിയുണ്ട് നിങ്ങളെ. മര്യാദയ്ക്ക് നിന്നില്ല നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുമെന്ന് അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ കറൻലി ചിന്തിക്കുന്നത് ഇതാണ്, ഒരു ഗൈഡൻസ് ആവശ്യമുണ്ട് ഈ പേഴ്സണ്. പക്ഷെ അത് ഓപ്പണായിട്ട് നിങ്ങളോട് ഒന്ന് ചോദിക്കാൻ പറ്റില്ല. ഇനി മറ്റൊരു കേസിൽ ഈ പേഴ്സൺ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് വേറൊരു പോസിബിലിറ്റി ഞാൻ പറയാം. ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് ഒരുപാട് ഏജ് ഡിഫറൻസ് ഒക്കെ ഉള്ള ഒരാളായിരിക്കും. ഓക്കെ, വളരെ വെൽതി ആയിട്ടുള്ളൊരു റിച്ച് ആയിട്ടുള്ള ഒരാളായിരിക്കാം. ഡിവോഴ്സി ആയിരിക്കാം. അതായിരിക്കാം ഈ പറഞ്ഞ ഹീലിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോഴുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിനിടയ്ക്കായിരിക്കാം നിങ്ങളെ പരിചയപ്പെട്ടത്. അപ്പം നിങ്ങളോട് കൂടുതൽ അടുക്കണമെന്നുണ്ട്. പക്ഷേ അവിടെയും ആദ്യം പറഞ്ഞൊരു വിലക്കാണ്. പ്രായവ്യത്യാസം ഓർത്തിട്ടോ അല്ലെങ്കിൽ ദുശീലങ്ങളോ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ ഡിഫറൻസ് എന്തോ ആവാം. ഓക്കെ, അപ്രോച്ച് ചെയ്യാനൊരു മടിയാണ്. നിങ്ങൾ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ള ഭയം, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും സ്ട്രോങ് ആയൊരു ക്യാരക്ടറായിരിക്കാം. മേ ബി നിങ്ങൾ അത്രയും സ്ട്രോങ് ആയൊരു ക്യാരക്ടറായിരിക്കാം. പക്ഷേ സ്റ്റിൽ എനിക്ക് ഫീൽ ചെയ്യുന്നു തിങ്സ് വിൽ ചേഞ്ച്. അതായത് ഓരോ ദിവസം കടന്ന് മുന്നോട്ട് പോകുന്തോറും ഇപ്പോഴത്തെ എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും മാറ്റം ഉണ്ടാവും. കാരണം കർമ്മ പെൻഡിങ് പോലെ ഉണ്ട്. അന്നത് നോ കോണ്ടാക്റ്റ് ആയി, യെസ്, അതൊരു ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട ടൈമായിരുന്നിരിക്കാം. ബട്ട് കംപ്ലീറ്റ്ലി മാറിയ ഒരാളെ നിങ്ങൾക്ക് ഈ പേഴ്സണിൽ കാണാൻ കഴിയുന്നു. കാരണം അവർക്ക് മാറണമെന്നൊരാഗ്രഹമുണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം നമ്മൾ ഏതൊരു കാര്യവും നമ്മളൊരാളെ കമ്പൽ ചെയ്തിട്ട് ചെയ്യുന്നതും സ്വയം ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. സെപ്റ്റംബർ മന്ത്, ഫെബ്രുവരി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നു. ഓക്കെ, റിക്കവറിക്കും ക്ലാരിറ്റിക്കും ഒക്കെ നല്ല സമയമാണെന്ന് തോന്നുന്നു. ജാനുവരി ഓൾസോ. ഓക്കെ, അപ്പോൾ ഗുഡ് ലക്ക്. പൈൽ നമ്പർ 2. ഇത്രയേ ഉള്ളൂ റീഡിങ്. ഫിക്സ് ചെയ്തോട്ടെ. ഓക്കെ, നമുക്ക് തേർഡ് പൈലിലേക്ക് പോവാം. പൈൽ നമ്പർ 3. ഒരു റെഡ് പെൻസിൽ ഉണ്ടായിരുന്നു, അത് ചൂസ് ചെയ്തയുടെ റീഡിംഗ് ആണ് നെക്സ്റ്റ്. ഓക്കെ,
4 കാർഡ് കൂടെ വേണം. Okay. ഇവിടെ പല കാര്യങ്ങളാണ് കിട്ടുന്നത്. പൈൽ നമ്പർ 3 ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം നിങ്ങൾ മാത്രമാണ് എഫേർട്ട് എടുക്കുന്നത്. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള ഫീലിംഗ് ഉണ്ടാവാം. അപ്പോൾ ചില പേർക്കിത് തുറന്നു പറയാതെ ഉള്ളിൽ തന്നെ വെക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമാവാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എക്സ്പ്രസ് ചെയ്യാത്തതായിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയണമെന്നാണ് നിങ്ങൾക്കുള്ള അഡ്വൈസ് കാണുന്നത്. ഓക്കെ, ചില പേർക്കൊരു ഹീലിംഗ് ഉണ്ടായി, അതായത് ഒരു ബ്രേക്കപ്പ് ഉണ്ടായതിന് ശേഷം നിങ്ങൾ അതിൽ നിന്നൊക്കെ റിക്കവറായി വന്ന പോലത്തെ ഒരു സാഹചര്യമാണ്. വീൽ ഓഫ് ഫോർച്യൂണൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അപ്പം ഒരു വലിയ ഒരു മാറ്റം നിങ്ങൾക്ക് തേടി വരുന്നുണ്ട്. ഓക്കെ, നല്ലൊരു ഫ്യൂച്ചറിലേക്ക് പോവുകയാണ്. നല്ലൊരു ഫ്യൂച്ചറിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് വലിയൊരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ടാവും. അപ്പോൾ അത് പോസിറ്റീവായിട്ട് എടുക്കുക. നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികളിലൊക്കെ റിസൾട്ട് കിട്ടാൻ പോകുന്ന പോലെ കാണുന്നു. എനിക്ക് തോന്നി ഈ വർഷത്തിൻ്റെ ഒരു എൻഡ് ആകുമ്പോഴത്തേക്ക് നവംബർ ഡിസംബർ അപ്പോൾ വരാൻ പോകുന്നത് ഒരു വലിയ അനുഗ്രഹമാണ്, ബ്ലെസ്സിങ് ആണ്. അപ്പം നിങ്ങളിപ്പോൾ മറ്റുള്ളവരെയൊക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ ഫാമിലിയിലുള്ളവരെയൊക്കെ, അച്ഛൻ അമ്മ സഹോദരങ്ങളോടൊക്കെ വളരെ സ്നേഹത്തോടെ ഇടപഴകാനൊക്കെ സമയം കണ്ടെത്തുന്നുണ്ടാവാം. കുറേ കൂടി പക്വതയോടെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ഒരാളായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വീട്ടിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ മുൻപൊക്കെ ഒരാൾക്ക് ഹേർട്ടാവുമോ എന്നൊന്നും നോക്കാതെ മുന്നും പിന്നെ നോക്കാതെ നമ്മൾ എടുത്ത് അടിച്ച് റിയാക്ട് ചെയ്യുന്ന പോലെ ചെയ്യുന്നുണ്ടായിരുന്നിരിക്കാം. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി നിങ്ങൾ കാര്യങ്ങളെ കുറച്ചുകൂടി മറ്റൊരു രീതിയിൽ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ പേഴ്സൺ എന്ന് പറയുന്നത് ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് സ്വപ്നങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ്. എന്നാൽ ഉള്ളിൽ ഒരുപാട് ദുഃഖങ്ങൾ ഒളിപ്പിച്ച് വയ്ക്കുന്ന ഒരാളുമാണ്. യെസ്, ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉള്ള മനുഷ്യൻ. പണ്ട് നിങ്ങളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ ഒരു വ്യക്തിയായിരിക്കും. നിങ്ങളോട് മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടായിരിക്കാം, റൂഡായിട്ടൊക്കെ ബിഹേവ് ചെയ്തിട്ടുണ്ടായിരിക്കാം. യെസ്, ചെറിയ രീതിയിലൊരു സൈക്കോപാത്ത് പോലെയൊക്കെ ചില നിങ്ങൾ പെരുമാറിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി അതിൽ നിന്നൊക്കെ മാറിയിട്ട് കപ്സ് എനർജിയിലേക്ക് വന്നിട്ടുണ്ട്. ഏസ് ഓഫ് കപ്സ്. ഓക്കെ, അതായത് ഇമോഷൻസിനെ കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കുന്ന പോലെയാണ് ഇപ്പോൾ. ശ്രമമാണ്, ഇത് ഇനിഷ്യൽ സ്റ്റേജാണ്. ഓക്കെ, അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഒരു യൂണിവേഴ്സൽ ഇടപെടൽ ഇതിനകത്ത് നടന്നിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഈ കാർഡ് ഇവിടെ വന്നത്. അല്ലെങ്കിൽ അടുത്ത് തന്നെ അങ്ങനെ ഒരു കാര്യം നടക്കാൻ പോകുന്നുണ്ട്. അപ്പോഴും പക്ഷേ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് ഡ്രീംസ് ഉള്ള ഒരാളാണ്. ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ നിൽക്കാനൊന്നും അങ്ങനെ താല്പര്യമില്ലാത്ത ഒരു ആളായിരിക്കാം. പക്ഷെ മനസ്സിൽ നിന്ന് ഇത് കംപ്ലീറ്റ്ലി കളഞ്ഞിട്ടുമില്ല. ഇപ്പോൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്.
നിങ്ങളുമായിട്ടുള്ള റീയൂണിയൻ്റെ കാര്യമാണോ അതോ വെറുതെ ഒരു ഫ്ലിങ് ആയിട്ട് കൊണ്ടുപോകാനാണോ എന്നറിയില്ല. സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ സംതിങ്. അതിൻ്റെ കൂടെ തന്നെ ഈ വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിനെ അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ ഡ്രീംസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആ നേട്ടങ്ങളിലൊക്കെ പിറകെയാണ്. ഓപ്ഷൻസ് ഒരുപാടുള്ള ഒരാളാണ്. അതായത് ഏത് സമയത്തും യെസ് എനിക്കൊരു റിലേഷൻഷിപ്പ് വേണം എന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ഉഴപ്പി നടക്കാനൊക്കെ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ നിന്നോട്ട് മാറാനും തോന്നുന്നില്ല. അത് അത്ര കണ്ട് കടന്ന് ചിന്തിക്കാത്ത മനുഷ്യരുടെ ഒരു തോന്നലാണത്. അതൊക്കെ മാറാൻ ടൈം എടുക്കുമായിരിക്കാം, മാറാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിൽക്കുന്ന ഒരാളെ വേണം. എന്നാൽ അധികം നാൾ അതൊന്നും കൊണ്ടുപോകാനൊട്ട് താല്പര്യമില്ല. എന്നാൽ ഈ വ്യക്തിക്ക് ഒരു ഫാമിലി ലൈഫ് വേണം എന്ന് ആഗ്രഹമുണ്ട്. 4 of Wands എന്ന് പറഞ്ഞാൽ മാരേജിൻ്റെ കാർഡാണ്, കമ്മിറ്റ്മെൻറ്റിൻ്റെ കാർഡാണ്, ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിൻ്റെ കാർഡാണ്. ഓക്കെ, അപ്പോൾ മാരേജ് വേണമെന്നും ഫൈനാൻഷ്യലി ഇമ്പ്രൂവ് ആവണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ആഗ്രഹങ്ങൾ ചില സമയത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അവരെ നടക്കാത്ത ചില സ്വപ്നങ്ങളുടെ പിറകെയാണെന്ന് തോന്നുന്നു. അത് നടക്കില്ല, ഇമ്പോസിബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞാലും അത് അക്സെപ്റ്റ് ചെയ്യാനൊന്നും അത്ര ഇഷ്ടമല്ലാത്ത ഒരു ക്യാരക്ടർ പോലെ. മീൻസ് വലിയ വലിയ സ്വപ്നങ്ങളാണെന്നേ. ഓക്കെ, കാരണം ഏസ് ഓഫ് വോൺസ് ഉണ്ടായതുകൊണ്ട് വലിയ വലിയ സ്വപ്നങ്ങളാണ്, പാഷനേറ്റാണ് ഭയങ്കരമായിട്ട്. എനിക്ക് രാജാവിനെ പോലെ ആർഭാടങ്ങളുമായിട്ട് ജീവിക്കണം. ഇപ്പോൾ ഒരു പുരുഷനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം നടത്തിത്തരുന്ന കുറേ സ്ത്രീകൾ എൻ്റെ കൂടെ വേണം, എല്ലാം ലക്ഷറി വേണം, ഒരുപാട് ഫേമസ് ആവണം എന്നൊക്കെയുള്ള സ്വപ്നങ്ങൾ. ചിലപ്പോൾ സ്നേഹിക്കാനുള്ള മനസ്സുമായിട്ട് ഇറങ്ങിത്തിരിക്കും. ഓക്കെ, കാരണം ഒരുപാട് ലോസസ് ഈ വ്യക്തി നേരിട്ടിട്ടുണ്ട്. ഇമോഷണലി ആയിരിക്കും, കപ്സ് എനർജി ആയതുകൊണ്ട്. അപ്പോൾ ഒരുപാട് സ്വപ്നങ്ങളായിട്ട് ചിലപ്പോൾ ഇറങ്ങിത്തിരിക്കും. അപ്പോഴായിരിക്കും ഓർക്കുന്നത് അയ്യോ എൻ്റെ കയ്യിൽ പണത്തിൻ്റെ ഷോർട്ടേജ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പണമുള്ള സാഹചര്യമാണെങ്കിലോ അന്നേരം ചിന്തിക്കുക എനിക്ക് ഇതിലും നല്ലത് വേറെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇയാൾക്ക് ചോയ്സ് ഉണ്ട്, പക്ഷേ നിങ്ങളെ വേണം. ഓക്കെ, പക്ഷേ ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു പുതിയ ലൈഫ് വരുന്നുണ്ട്. അവർക്ക് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉള്ള ഒരു സാഹചര്യമാണ് ഇനി വരാൻ പോകുന്നത്. കാരണം വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ടായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതിനു വേണ്ടി കാത്തിരിക്കണോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. കാരണം നിങ്ങളുടെ ലൈഫാണ്. ഇമോഷണലി മാത്രം ചിന്തിക്കാതെ ബുദ്ധിപരമായിട്ടുകൂടി ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൻ്റെ ഒരു പ്രോബ്ലം ഇതാണ്, സെറ്റിൽ ആവണമെന്നൊക്കെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഒരു മായാലോകത്താണ്. ഓക്കെ, റിയാലിറ്റിയിലേക്ക് വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് പൈൽ നമ്പർ 3യുടെ റീഡിങ്. അപ്പോൾ നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റീഡിങ്ങിൽ കാണാം. അതുവരെ ബൈ.